കോൺഗ്രസിൻ്റെ ഇലക്ഷൻ മാനിഫെസ്റ്റോയിൽ വളരെ പ്രധാനമായിട്ട് ഊന്നൽ കൊടുത്ത് പറഞ്ഞിരിക്കുന്ന ഒന്നാണ് സ്ത്രീകൾക്ക് KSRTC ബസ്സുകളിൽ സൗജന്യ യാത്ര എന്ന്. അതെങ്ങനെ നടപ്പിലാക്കും എന്നതാണ് എല്ലാവരും ഉറ്റുനോക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം. അതായത് അങ്ങനെ ഒരു ചോദ്യം ഉയരാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് വെച്ചാൽ, കേരളം അത്ര വലിയ ധനപ്രതിസന്ധിയിലാണ്. ഖജനാവ് പൂച്ച പെറ്റു കിടക്കുന്നു എന്നൊക്കെ നമ്മുടെ പ്രതിപക്ഷ നേതാവ് തന്നെ പല ആവർത്തി പറഞ്ഞ് നമ്മൾ കേൾക്കാറുള്ളതാണ്. അതാണ് യഥാർത്ഥ അവസ്ഥ. കാരണം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഇലക്ഷൻ വരുന്ന സമയത്ത് സംസ്ഥാന സർക്കാർ 35 വയസ്സ് മുതൽ 60 വയസ്സ് വരെയുള്ളവർക്ക് 1000 രൂപ പ്രതിമാസം കൊടുക്കും. അതുപോലെ തന്നെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ 1600 നിന്ന് 2000 ആക്കി വർദ്ധിപ്പിച്ചു. ഇതൊക്കെ കൊടുക്കാൻ വേണ്ടി ഓരോ മാസവും ഗവൺമെൻറ് വലിയ തോതിൽ കടമെടുത്തുകൊണ്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ അങ്ങനെ കടമെടുത്ത് മാത്രം സാമൂഹ്യ സുരക്ഷാ പെൻഷനുകളൊക്കെ കൊടുക്കുന്ന ഗവൺമെൻറ്റിന് എങ്ങനെയാണ് അങ്ങനെ ആ ഗവൺമെൻറ് മാറി മറിച്ചൊരു ഗവൺമെൻറ് വന്നതുകൊണ്ട് നമ്മുടെ ധനസ്ഥിതിക്ക് മാറ്റം പെട്ടെന്നുണ്ടാവുകയില്ല. വളരെ കാലത്തെ കഠിനാധ്വാനത്തിനും പ്ലാനിങ്ങിനും ശേഷം മാത്രമേ എന്തെങ്കിലും ഒരു മാറ്റം ധനപ്രതിസന്ധിയിൽ ഉണ്ടാകാൻ സാധ്യതയുള്ളൂ. അപ്പോൾ അത്തരം ഒരു സാഹചര്യത്തിലാണ് ഈ സ്ത്രീകൾക്ക് സൗജന്യ ബസ് യാത്ര എങ്ങനെ സാധ്യമാകും എന്ന് ചോദിക്കുന്നത്. അതും KSRTCയിലാണെന്ന് ഓർക്കണം. എന്താണ് KSRTCയുടെ പ്രത്യേകത? KSRTC എപ്പോഴും തന്നെ നഷ്ടത്തിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ചിലപ്പോഴൊക്കെ പെരുപ്പിച്ച് കാണിച്ച് ലാഭത്തിലായി എന്നൊക്കെ പറയാറുണ്ടായിരുന്നു മിസ്റ്റർ ഗണേഷ് കുമാർ മന്ത്രിയായിരുന്ന സമയത്ത്. ചിലപ്പോഴൊക്കെ ലാഭത്തിൽ വന്നിട്ടുമുണ്ടാകാം. അങ്ങനെ നഷ്ടത്തിലാകാനുള്ള പ്രധാനപ്പെട്ട കാരണം അതായത് കേരളത്തിലെ KSRTC യാത്രക്കാർ കൊടുക്കുന്ന ബസ് ഫെയർ വളരെ ഉയർന്ന ഫെയർ കൊടുത്തിട്ടാണ് യാത്ര ചെയ്യുന്നത്. അതായത് ഇന്ത്യയിലെ എവിടെയും ഏത് സംസ്ഥാനത്തുമുള്ള RTC യാത്രകളേക്കാൾ ഉയർന്ന നിരക്കിലാണ് കേരളത്തിലെ യാത്രക്കാർ യാത്ര ചെയ്യുന്നത്. എന്നിട്ടും എന്തുകൊണ്ടാണ്? അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഇവിടെ നമ്പർ ഓഫ് വർക്കേഴ്സ്, അതായത് എംപ്ലോയീസ്, KSRTCയിലെ എംപ്ലോയീസിൻ്റെ എണ്ണം മറ്റ് സംസ്ഥാനങ്ങളിലെ ബസ്സും എംപ്ലോയീസിൻ്റെ എണ്ണവും തമ്മിൽ മറ്റ് സംസ്ഥാനങ്ങളിനേക്കാൾ വലിയ വ്യത്യാസമുണ്ട്. ഇവിടെ എംപ്ലോയീസിൻ്റെ എണ്ണം വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ അവരുടെ ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളും ഒക്കെ മറ്റ് സംസ്ഥാനങ്ങളിലേക്കാൾ ഉയർന്ന നിരക്കിലാണ് കേരളത്തിൽ. അതൊക്കെ കൊണ്ടാണ് KSRTCയിൽ ഉയർന്ന ഫെയർ കൊടുത്തിട്ട് മാത്രമേ ഇവിടുത്തെ യാത്രക്കാർക്ക് യാത്ര ചെയ്യാൻ പറ്റുന്നുള്ളൂ. എന്നിട്ടും KSRTC നഷ്ടത്തിലാകാൻ കാരണം ഈ പറയപ്പെട്ട വ്യത്യാസങ്ങൾ കൊണ്ടാണ്, മറ്റ് സംസ്ഥാനങ്ങളുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ. അപ്പോൾ അങ്ങനെയുള്ള KSRTCയിലാണ് ഇപ്പോൾ സൗജന്യ യാത്ര കൂടി ചെയ്യാമെന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്തായിരിക്കും KSRTCയുടെ അവസ്ഥ എന്നതാണ് അത്ഭുതം കൊണ്ട് പല യാത്രക്കാരും അല്ലെങ്കിൽ പല വ്യക്തികളും ചോദിക്കുന്നത്, എങ്ങനെ ഇത് നടപ്പാക്കാൻ പറ്റും എന്ന്. അപ്പോൾ ഇതാണ് സാധാരണക്കാരുടെ ഒരു സംശയമെങ്കിൽ ഇതോടൊപ്പം ചേർത്ത് വായിക്കേണ്ട സുപ്രീം കോടതിയുടെ ഒരു റൂളിംഗ് ഉണ്ട്. അതായത് ബീഹാറിലെ ഇലക്ഷൻ പ്രമാണിച്ച് സ്ത്രീകൾക്ക് 10,000 രൂപ, ഓരോ സ്ത്രീക്കും 10,000, ഓരോ വോട്ടവകാശമുള്ള സ്ത്രീക്കും 10,000 രൂപ വീതം കൊടുക്കുമെന്ന് പറഞ്ഞ് നരേന്ദ്രമോദി ഗവൺമെൻറ് ഒരു ആഹ്വാനം നടത്തി. ആഹ്വാനം നടത്തുക മാത്രമല്ല, ഇലക്ഷന് മുൻപായിട്ട് 10,000 രൂപ ഓരോ സ്ത്രീയുടെയും അക്കൗണ്ടിലേക്ക് എത്തിക്കുകയും ചെയ്തു. അങ്ങനെ അവർ ഇലക്ഷൻ ജയിച്ചു. അപ്പോൾ അങ്ങനെ ജയിക്കുന്നതിന് മുമ്പ് തന്നെ ഈ പ്രധാനമന്ത്രി ഇങ്ങനെ ഒരു വിളംബരം നടത്തിയ കേട്ടുകൊണ്ട് തന്നെ ഒരാൾ സുപ്രീം കോടതിയിൽ ഒരു കേസ് ഫയൽ ചെയ്യുന്നു. ഇങ്ങനെ ഇത് ഫ്രീ ബി ആണ്, ഇത്ര വലിയ ഫ്രീ ബി കൊടുത്ത് വോട്ട് മേടിക്കുന്നത് ഡെമോക്രസിയെ വേററുക്കുകയാണ് എന്ന് പറഞ്ഞ്. അപ്പം സുപ്രീം കോടതി അന്ന് ഫ്രീ ബീസ് കൊടുത്ത് വോട്ട് വാങ്ങുന്നതിനെതിരെ വളരെ ശക്തമായ രീതിയിൽ പ്രതികരിച്ചിരുന്നു. പക്ഷേ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ തീരുമാനത്തിനെതിരെ ആക്ഷൻ എടുക്കാൻ തൽക്കാലം കോടതി താല്പര്യം പെടുന്നില്ല, അത് കോടതിയുടെ വിഷയമല്ല എന്ന് പറഞ്ഞ് അദ്ദേഹം അനിഷ്ടം രേഖപ്പെടുത്തി പിന്തിരിയുകയായിരുന്നു. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് പലതരത്തിലുള്ള ഫ്രീ ബീസ് കൊടുക്കുന്നത്. പക്ഷേ ഇവിടെ അങ്ങനെ ഒരു ഫ്രീ ബി കൊടുക്കുകയല്ലായിരുന്നു. ഒരു വാഗ്ദാനം, ഇലക്ഷൻ മാനിഫെസ്റ്റോയിൽ വരുന്നതൊക്കെ വാഗ്ദാനങ്ങളാണ്. ആ വാഗ്ദാനങ്ങളൊക്കെ നടപ്പാക്കാനായിട്ട് ജനങ്ങൾ വോട്ട് ചെയ്ത് ഭരണത്തിൽ വരുന്ന ഗവൺമെൻറ്റിന് ഉത്തരവാദിത്തമുണ്ട് താനും. ആ ഉത്തരവാദിത്തം നിറവേറ്റിയില്ലെങ്കിൽ അത് അടുത്ത ഇലക്ഷനിലൂടെ ജനം അതിന് പ്രതികാരം ചെയ്യും, മറക്കില്ല അവർ. അപ്പം അതാണ് ഇവിടെയും നമ്മൾ നോക്കേണ്ടത്. എങ്ങനെയാണ്
സ്ത്രീകൾക്ക് KSRTC ബസ്സുകളിൽ സൗജന്യ യാത്ര ഉറപ്പാക്കുന്നത് എങ്ങനെ, അതിന് മാനിഫെസ്റ്റോയിൽ തന്നെ എങ്ങനെയൊക്കെയാണ് ഗവൺമെന്റ് ശ്രമിക്കുക എന്നും എന്തൊക്കെ മാർഗങ്ങളിലൂടെയാണ് ഈ ഉത്തരവാദിത്തം നിറവേറ്റുക എന്ന് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതായത് നേരിട്ടുള്ള സബ്സിഡി, അതായത് KSRTC അല്ല ഇത് സ്വന്തം പോക്കറ്റിൽ നിന്ന് എടുക്കുകയല്ല, ഗവൺമെന്റ് നേരിട്ട് സബ്സിഡി കൊടുക്കുന്നു KSRTCക്ക്. ആ സബ്സിഡി വഴിയായിട്ടാണ് ഈ സൗജന്യം ഉറപ്പാക്കുന്നത്. അപ്പോൾ അതൊന്ന്. പിന്നെ രണ്ടാമത്തെ കാര്യം സ്മാർട്ട് ടാർഗറ്റിംഗ് ആണ് രണ്ടാമത്തെ രീതി, രണ്ടാമത്തെ ടൂൾ. ഇത് നടപ്പാക്കാൻ എടുക്കുന്ന രണ്ടാമത്തെ ടൂൾ സ്മാർട്ട് ടാർഗറ്റിംഗ്. അർഹരായവർക്ക് മുൻഗണന നൽകുന്ന സ്മാർട്ട് കാർഡ് സംവിധാനം. അപ്പൊ ആരാണ് ഈ അർഹരായവര് എന്ന് പറയുന്നത്? അംബാനിയുടെയും അദാനിയുടെയും മക്കളല്ല, അല്ലെങ്കിൽ ടാറ്റയുടെയും ബിർളയുടെയും മക്കളല്ല അർഹരായവര്. സാമ്പത്തികമായി താഴേക്കിടയിലുള്ളവർക്കാണ് ഇതിനുള്ള ഈ ഫ്രീ പാസിനുള്ള അർഹത. അവരാണല്ലോ സാധാരണ ബസ്സുകളിലൊക്കെ കയറി യാത്ര ചെയ്യേണ്ടി വരുന്നതും. അതായത് തീരെ വലിയ സമ്പന്നര് സ്വന്തം വാഹനങ്ങളിൽ യാത്ര ചെയ്യുമ്പോൾ നമുക്കറിയാം മഞ്ഞ പച്ച കാർഡുകൾ ഉള്ളവർ അവരാണ് സാധാരണ രീതിയിൽ സാമ്പത്തികമായി താഴെ തട്ടിലുള്ളവർ. അത്തരം കാർഡുള്ളവർക്ക് സ്മാർട്ട് കാർഡ് ഗവൺമെന്റ് ഇഷ്യൂ ചെയ്യുന്നു, അല്ലെങ്കിൽ KSRTC വഴി ഇഷ്യൂ ചെയ്യുന്നു. അങ്ങനെ ആ സ്മാർട്ട് കാർഡ് കാണുന്നവർക്ക് ഫ്രീ ആയി യാത്ര ചെയ്യാൻ പറ്റുന്നു. എന്ന് വെച്ചാൽ ഏറ്റവും താഴെ തട്ടിലുള്ള, സാമ്പത്തികമായി താഴെ തട്ടിലുള്ളവര്, തൊട്ടു മുകളിലുള്ളവര്, അതായത് മിഡിൽ ഇൻകത്തിൽപ്പെട്ടവർക്കും തീർച്ചയായിട്ടും ഈ സൗകര്യം കിട്ടും. ഇനി മിഡിൽ ഇൻകത്തിനും ഒരു പക്ഷേ കിട്ടുമായിരിക്കാം. അപ്പർ ഇൻകവും അവരെ മാറ്റിയേക്കുക. അവരെ മാറ്റിയിട്ട് ബാക്കി താഴേക്കുള്ള മറ്റ് ഇൻകം ലെവലുകാർക്ക് ഇങ്ങനെ ഒരു സ്മാർട്ട് കാർഡ് ഇഷ്യൂ ചെയ്തുകൊണ്ട് ആ സ്മാർട്ട് കാർഡ് കാണിക്കുന്നവർക്ക് ഈ സൗജന്യം കിട്ടുക. ആ സൗജന്യത്തിന് വേണ്ടി എത്ര കോടി ആവശ്യമായിട്ട് വരുന്നോ അത്രയും കോടി KSRTCക്ക് ഓരോ മാസവും, അല്ലെങ്കിൽ ഗവൺമെന്റ് തീരുമാനിക്കുന്ന കണക്കനുസരിച്ച് KSRTCക്ക് വിട്ടുകൊടുക്കുക. ഇതാണ് KSRTCയുടെ ഒരു മാർഗം. അതായത് സ്മാർട്ട് കാർഡുകളുടെ ബേസിസിൽ ഇൻകത്തിന്റെ തോതനുസരിച്ച്, എന്ന് വെച്ചാൽ ഏറ്റവും റിച്ചർ ആയിട്ടുള്ളവർക്ക്, അനർഹരായവർക്ക് ഈ സൗജന്യം കിട്ടുകയില്ല, അർഹരായവർക്ക് മാത്രമായിട്ട് ഈ സൗജന്യം ഒതുക്കുന്നു. അപ്പോൾ അത് തീർച്ചയായിട്ടും ഫ്രീബി അല്ല, അവരർഹിക്കുന്ന തരത്തിലുള്ള പരിഗണന തന്നെയാണ് കിട്ടുന്നത്. അവിടെ നമ്മുടെ ഓരോ പൈസയും സർക്കാരിന്റെ ഖജനാവിൽ നിന്ന് KSRTCക്ക് വേണ്ടി ഈ വഴിയിൽ ചെലവാകുന്ന ഓരോ പൈസയും പ്രയോജനപ്രദമായിട്ടാണ് നമ്മൾ ചെലവഴിക്കുന്നത്. അപ്പൊ ഇതിനെ നമുക്ക് ഗവൺമെന്റ് ഓഫ് കേരള, അതായത് പിണറായി വിജയൻ ഗവൺമെന്റ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഉള്ള ഇലക്ഷനിലേക്ക് പോകുന്നതിന് തൊട്ടു മുൻപ് പ്രഖ്യാപിച്ച ഒരു പ്രഖ്യാപനമുണ്ടല്ലോ, 35 വയസ്സിനും 60 വയസ്സിനും ഇടയ്ക്കുള്ള സ്ത്രീകൾക്ക് 1000 രൂപ പ്രതിമാസം കൊടുക്കുമെന്ന് പറഞ്ഞത്. അത് 35 വയസ്സ് 60 വയസ്സെന്ന് പറഞ്ഞാൽ അത് ജോലി ചെയ്യാൻ പ്രാപ്തിയുള്ള പ്രായമാണ്. അങ്ങനെ ജോലി ചെയ്യാൻ പ്രാപ്തിയുള്ള പ്രായം, അതായത് പ്രൊഡക്റ്റീവായിട്ടുള്ള ഏജ്, ആ സമയത്ത് കൊടുക്കുന്ന ഇങ്ങനെയുള്ള സൗജന്യങ്ങൾ 1000 രൂപ വെറുതെ കൊടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ, മഞ്ഞ കാർഡോ പച്ച കാർഡോ ആണ് ഉള്ളതെങ്കിൽ റേഷനായിട്ട് അരിയും സാധനങ്ങളും ഒക്കെ കിട്ടും. അതിൻ്റെ കൂടെ മരുന്ന് മേടിക്കാനോ മറ്റ് സാധനങ്ങൾക്കോ 1000 രൂപയും കിട്ടുമെന്നുണ്ടെങ്കിൽ ഇനി എന്തിനാ കഷ്ടപ്പെട്ട് പണിക്ക് പോകുന്നത്, അല്ലെങ്കിൽ ജോലി ചെയ്യുന്നത്, അല്ലെങ്കിൽ സ്വന്തം പറമ്പിൽ കൃഷി ചെയ്യുന്നത് എന്നൊക്കെ വിചാരിച്ച് മടി പിടിക്കും. അതായത് മനുഷ്യരെ മടിയന്മാരാക്കും. അതാണ് അന്ന് സുപ്രീം കോടതി പറഞ്ഞത്, ഈ ഫ്രീബി കൊടുക്കുമ്പോൾ കർമ്മശേഷിയുള്ള മനുഷ്യരെയും മടിയന്മാരും മടിച്ചികളുമാക്കി മാറ്റും. അത് വലിയ അപകടമാണ്, നമ്മുടെ GDP ഗ്രോത്തിനെ അത് പുറകോട്ടടിക്കും എന്നാണ് അന്ന് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് അദ്ദേഹം റിട്ടയർ ചെയ്യുന്നതിന് ഒരു മാസം മുൻപാണ് ഇങ്ങനെ ഒരു റൂളിംഗ് നടത്തിയത്. അപ്പൊ അങ്ങനെ ഉള്ള ഒരു ഫ്രീബി കൊടുക്കലല്ല ഇത്. അതായത് ഈ 35-60 വയസ്സിനിടയ്ക്കുള്ളവർക്ക് 1000 രൂപ കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് അവരുടെ ഉൽപാദനക്ഷമതയെ ഇല്ലാതെയാക്കുന്ന, അതിനെ പുറകോട്ടടിക്കുന്ന കൊടുക്കലാണ്. അതേ സമയത്ത് ഇവിടെ അങ്ങനെയല്ല. ആരൊക്കെ ജോലിക്ക് പോകുന്നുണ്ട്, ആരൊക്കെ വിദ്യാഭ്യാസത്തിന് പോകുന്നുണ്ട്, അങ്ങനെ പോകുന്നവരിൽ ആർക്കാണ് ഇതിന് അർഹതയുള്ളത്, അതിനാണ് അർഹതാ കാർഡ്. ആ അർഹതാ കാർഡ് വെച്ച് അർഹതയനുസരിച്ചാണ് ഫണ്ട് കൊടുക്കുന്നത് എന്ന് വെച്ചാൽ അവിടെ യാതൊരു തരത്തിലുള്ള ദുർവ്യയവും ഉണ്ടാകുന്നില്ല. അത് ഫ്രീ ബി അല്ല, അത് വളരെ
സുചിന്തിതമായിട്ടെടുത്ത ഒരു ഇലക്ഷൻ മാനിഫെസ്റ്റോയിലെ ഒരു വളരെ പ്രധാനപ്പെട്ട വാഗ്ദാനമാണ്, ജനക്ഷേമകരമായ വാഗ്ദാനമാണ്. അതാണ് നമ്മൾ ഇവിടെ നിന്ന് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അങ്ങനെ കൊടുക്കുമ്പോൾ പോലും KSRTCക്ക് കൂടുതൽ ചില ഇത് ചെയ്യുന്നുണ്ട്. എന്തൊക്കെയാണ്? സേവനങ്ങളുടെ ക്രമീകരണം, യാത്രക്കാർക്കും സ്ഥാപനത്തിനും ഗുണകരമായ രീതിയിൽ സൗകര്യങ്ങൾ. അപ്പോൾ അങ്ങനെ സൗകര്യങ്ങൾ കൊടുക്കുന്നു. പരസ്യ വരുമാനം, അതായത് ബസ് സ്റ്റാൻഡുകളും ബസ്സുകളും വഴി അധിക വരുമാനം കണ്ടെത്തി പദ്ധതി, അതായത് പരസ്യം വഴിയായിട്ട് ബസ് സ്റ്റാൻഡുകളിലോ ഉള്ളിടങ്ങളിലോ ഒക്കെ ഇതിനുള്ള പരസ്യം KSRTCക്ക് വേണ്ടി പരസ്യം കൊടുക്കുക. അങ്ങനെ പരസ്യം കൊടുത്ത ആ വരുമാനം KSRTCക്ക് കിട്ടുക. ഇലക്ട്രിക് ബസ്സുകൾ പരിസ്ഥിതി സൗഹൃദമായ, അതായത് ഇന്ധന ചെലവ് ചുരുക്കാനാണ് പരിസ്ഥിതി സൗഹൃദമായ ഇലക്ട്രിക് ബസ്സുകൾ കൊണ്ടുവരിക. അങ്ങനെ ഇന്ധന ചെലവ് ചുരുക്കി പരസ്യ വരുമാനം വർദ്ധിപ്പിച്ച് അതുപോലെ സ്മാർട്ട് കാർഡുകളുടെ സഹായത്തോടെ ഒക്കെയാണ് KSRTCയെ നഷ്ടത്തിൽ നിന്ന് വിജയത്തിലേക്ക്, ലാഭത്തിലേക്ക് കരകയറ്റുക. അതോടൊപ്പം തന്നെ സ്ത്രീകൾക്ക് സൗജന്യ യാത്രയും ഉറപ്പാക്കുക. അപ്പോൾ ഈ പദ്ധതി വളരെ ശ്രദ്ധയാകർഷിക്കാൻ സാധ്യതയുള്ള ഒരു നല്ല യാത്രാ പദ്ധതിയാണ്, നല്ല ഒരു ഇലക്ഷൻ മാനിഫെസ്റ്റോ വാഗ്ദാനവുമാണ്.